ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഫോമിൽ എഴുതുന്ന നമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയും? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയും. വേർ എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ്. എയും ബിയും എന്തായിരിക്കും? റിയൽ നമ്പേഴ്സ് ആയിരിക്കും. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഐ? ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഐ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? റൂട്ട് ഓഫ് -1 ആയിരിക്കും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് -5 എന്ന് വന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? റൂട്ട് ഓഫ് 5 ഇൻറ്റു -1 അല്ലേ? ദെൻ റൂട്ട് -1 എന്ന് പറഞ്ഞാൽ ഐ ആയിട്ട് പോകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 5i എന്ന് എഴുതാം. ഇങ്ങനെയാണ് കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോം വരുന്നത്. അതുപോലെ തന്നെ ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെന്നുണ്ടെങ്കിൽ അതിൽ എ പറയുന്നത് റിയൽ പാർട്ടെന്നും റിയൽ പാർട്ടെന്ന് പറയുന്നു. ബീനെ ഈ ഒരു പാർട്ടിനെ നമ്മൾ എന്ത് പറയും? ഐ ഉള്ള പാർട്ടിനെ ഇമാജിനറി പാർട്ടെന്ന് പറയും. എ പ്ലസ് ഐ ബിക്കകത്ത് ഐ ഉള്ള പാർട്ടിനെ നമ്മൾ ഇമാജിനറി പാർട്ടെന്നും മറ്റേ റിയൽ നമ്പറുള്ള പാർട്ടിനെ റിയൽ പാർട്ടെന്നുമാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇസഡ് ഈസ് ഈക്വൽ ടു 3 + 2i ആണെങ്കിൽ 3നെ നമ്മൾ എന്ത് പറയും? റിയൽ പാർട്ടെന്നും ഈ 2iയുടെ ടേമിനെ നമ്മൾ എന്ത് പറയും? ഇമാജിനറി പാർട്ട് എന്ന് പറയും. ഇമാജിനറി പാർട്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് ഐയുടെ പവേഴ്സ് ആണ്. ഐയുടെ വാല്യൂ എന്താണെന്ന് നമ്മൾ പറഞ്ഞു? റൂട്ട് -1 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ സ്ക്വയറിൻ്റെ വാല്യൂ എന്താവും? ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -1 ദി ഹോൾ സ്ക്വയർ. റൂട്ട് ഓഫ് -1 ദി ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ദെൻ ഐ റേസ് ടു 3 എന്തായിരിക്കും? ഐ റേസ് ടു 3 എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ ഇൻറ്റു ഐ എന്ന് എഴുതാം. ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 -1 ഇൻറ്റു ഐ -i. ഐ റേസ് ടു 4 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ ദാറ്റ് ഇസ് -1 ഇൻറ്റു -1 ഈസ് ഈക്വൽ ടു 1 പറയുവാണെന്നുണ്ടെങ്കിൽ ഐ റേസ് ടു 4kയുടെ വാല്യൂ എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഐ റേസ് ടു 4k + 1ൻ്റെ വാല്യൂ എന്തായിരിക്കും? ഐ ആയിരിക്കും. ഐ റേസ് ടു 4k + 2ൻ്റെ വാല്യൂ -1 ആയിരിക്കും. ഐ റേസ് ടു 4k + 3യുടെ വാല്യൂ -i ആയിരിക്കും. ഒരു എക്സാമ്പിൾസ് ഇത് നമുക്ക് നോക്കിയാലോ. ഐ റേസ് ടു 16. ഐ റേസ് ടു 16 വരുമ്പോൾ ഐ റേസ് ടു എന്താണ്? ഐ റേസ് ടു 4 ഇൻറ്റു 4 ആണ്. അപ്പോൾ ഐ റേസ് ടു 4kയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. സോ ഐ റേസ് ടു 16 എന്തായിരിക്കും? 1 ആയിരിക്കും. ദെൻ ഐ റേസ് ടു 9 നോക്കിക്കുക. ഐ റേസ് ടു 9 ഇസ് ഈക്വൽ ടു എന്താണ്? ഐ റേസ് ടു 4 ഇൻറ്റു 2 + 1 അല്ലേ? ഐ റേസ് ടു 4k + 1 ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഐ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഇസ് ഐ റേസ് ടു 10 നോക്കിക്കുക. ഐ റേസ് ടു 10 നോക്കുമ്പോൾ ഐ റേസ് ടു 4 ഇൻറ്റു 2 8 + 2 ആണ്. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? -1 വരും. പിന്നെ ഐ റേസ് ടു 11 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ റേസ് ടു 11 ഇസ് ഈക്വൽ ടു ഐ റേസ് ടു 4 ഇൻറ്റു 2 + 3 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? -i വരും. പോകുന്നത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? അതായത് Z1 ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബിയും Z2 എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈയും ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Z1 ഇസ് ഈക്വൽ ടു Z2 ആവണമെന്നുണ്ടെങ്കിൽ എ ഇസ് ഈക്വൽ ടു എന്താവണം? എക്സ് ആവണം. ബി ഇസ് ഈക്വൽ ടു എന്താവണം? വൈ ആവണം. ഓക്കെ. നെക്സ്റ്റ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. Z1 ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബിയും Z2 ഇസ് ഈക്വൽ ടു സി പ്ലസ് ഐ ഡിയും ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Z1 + Z2 ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? റിയൽ പാർട്ട് നമ്മൾ ആഡ് ചെയ്യും. ദെൻ ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യും. റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എ പ്ലസ് സി പ്ലസ് ഐ ബി പ്ലസ് ഐ ഡി. ദെൻ നമുക്ക് ഐ കോമൺ എടുക്കാമല്ലോ. അവിടുന്ന് എ പ്ലസ് സി ഇൻറ്റു പ്ലസ് ഐ ഇൻറ്റു ബി പ്ലസ് ഡി. ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യും. ദെൻ എന്ത് ചെയ്യും? റിയൽ പാർട്ട് ആഡ് ചെയ്യും. അതുപോലെ തന്നെയാണ് സബ്ട്രാക്ഷൻ ചെയ്യുന്നതിന് എന്ത് ചെയ്താൽ മതി? ഇത് തന്നെ സെയിം എന്ത് ചെയ്യുക? സൈൻ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അഡീഷനും സബ്ട്രാക്ഷൻ നമ്മൾ ഒരുപോലെ ചെയ്യും. Z1 is equal to 2 plus 3i and Z2 is equal to 6 plus
4i. Then z1 plus z2 is equal to എന്തായിരിക്കും? z1 plus z2 is equal to 2 plus 3i plus 6 plus 4i. 2 plus 6, 8 plus 3i plus 4i, 7i. z1 minus z2 ആണെങ്കിൽ എങ്ങനെ വരും? 2 plus 3i minus 6 plus 4i. മൈനസ് കൊണ്ടൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 plus 3i minus 6 minus 4i വരും. 2 plus minus 6 എത്രയാണ്? -4 minus 3i plus 3i minus 4i minus i. കൂടെ നമുക്ക് നോക്കാം. z1 ഇൻറ്റു z2 നോക്കിക്കേ. z1 ഇൻറ്റു z2 ഇസ് ഈക്വൽ ടു 2 plus 3i ഇൻറ്റു 6 plus 4i. ഓപ്പൺ ചെയ്യാം. 2 into 6 plus 2 into 4i plus 3i into 6 plus 3i into 4i. That is equal to 2 into 6, 12 plus 4 into 2, 8i plus 6 into 3, 18i plus 3 into 4, 12. I into I square. That is equal to 12 plus 8i plus 18i, 26i plus 12 into -1. That is equal to 12 plus 26i minus 12. Minus 12 plus 12 cancel. That is equal to 26i.